സിദ്ധാർത്ഥൻ്റെ ഈ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനാണ് കേസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉള്ള കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മർഡറാണ്, കൊലപാതകത്തിലാണ് കേസ് ചാർജ് ചെയ്യേണ്ടത്. ഈ പോലീസ് ഏകപക്ഷീയമായിട്ടാണ് ആ കോളേജിൻ്റെ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ, ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പോലെ പാർട്ടി ഗ്രാമം, അതാണ് ആ കോളേജിൻ്റെ സ്ഥിതി. അവിടുത്തെ ഏക വിദ്യാർത്ഥി സംഘടന SFI ആണ്. അവിടുത്തെ സ്റ്റാഫും പ്രിൻസിപ്പളും ഡീനും എല്ലാം മാർക്സിസ്റ്റുകാരാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഇത് രക്ഷകർത്താക്കളെ അറിയിക്കുന്നത്? ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ട് തന്നെ 4 ദിവസം കഴിഞ്ഞ് ഈ കുട്ടിയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇത് കൊലപാതകമാണ്. ഈ റാഗിംഗ് ആയാലും എന്ത് അക്രമമായാലും ഇത് ഒരു കോളേജിൽ ഇത് സംഭവിക്കാൻ പാടില്ല. മൃഗീയമായ ഈ കൊലപാതകത്തിന് വാസ്തവത്തിൽ അത് കൊലപാതകത്തിന് കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തണം. മാത്രമല്ല, യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കസ്റ്റഡിയിൽ വന്നിട്ടില്ല. ഇന്ന് പത്രത്തിൽ വന്നത് ചില പ്രതികളൊക്കെ കീഴടങ്ങലൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി, ഈ അക്രമം നടത്തിയത് SFIക്കാർ. കീഴടങ്ങലല്ലോ, കൊണ്ടുപോയി ഹാജരാക്കലല്ലേ. യഥാർത്ഥ പ്രതികളെ മുഴുവൻ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം, കൊലക്കേസിന് കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തണം. ഇതിനുവേണ്ടി ശക്തമായ പോരാട്ടം. തൻ്റെ മകനുണ്ടായ അനുഭവം ഇനി ആ കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകാതിരിക്കാൻ ആ പിതാവ്, സിദ്ധാർത്ഥൻ്റെ പിതാവ്, ഹൃദയം നൊന്ത് പിതാവും മാതാവും ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ആ പോരാട്ടത്തോടൊപ്പം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാവും. കാരണം മനുഷ്യസ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും ആ പോരാട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകാനും സഹായിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. ഇതുപോലെ ഒരു കാടത്വം, ഇതുപോലെ പ്രാകൃതമായ ഈ അവസ്ഥ ഒരു കോളേജിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൻ്റെ തണലിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള എല്ലാവരുടെ പോരാട്ടത്തിലും ഞങ്ങളെല്ലാവരും അവരോടൊപ്പമുണ്ട്. ആ ധാർമ്മിക പിന്തുണ ഞങ്ങൾ അവരെ അറിയിക്കുകയാണ്.